ആ 99 പേജിൽ ആ ബോക്സ് മുതൽ പറയാം സർ. യെസ്, 99 പേജിലെ ബോക്സ് മുതൽ പറയണ്ട, ഞാൻ ആദ്യം മുതൽ പറയാം. 152 മുതൽ അങ്ങ് പറയാം. അല്ലേ? യെസ്, ഇപ്പോൾ റിവിഷനും ആവും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഭരണഘടന. Which law officer shall have the right to speak in both the houses of parliament? അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താ? ഏത് ലോ ഓഫീസർക്കാണ് ഷാൽ ഹാവ് ദ റൈറ്റ്, ഷാൽ ആവെന്ന് പറഞ്ഞേക്കുന്നത്, ഷാൾ, മേ അല്ല. അപ്പം ഷാൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മക്കളെ, ഉറപ്പായിട്ടും ഉള്ളത്. കമ്പൽസറി. ഷാൽ ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് ഇൻ ബോത്ത് ഹൗസസ്, രണ്ട് ഹൗസുകളിൽ. ഏതാ ബോത്ത് ഹൗസസ്? രാജ്യസഭ, ലോക്സഭ. രാജ്യസഭ, ലോക്സഭ ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ രണ്ട് സഭകളിലും സ്പീക്ക് ചെയ്യാൻ, പ്രസംഗിക്കാൻ, സംസാരിക്കാൻ എന്നല്ല അർത്ഥം, പ്രസംഗിക്കാൻ അവകാശമുള്ള ലോ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ. പാർലമെന്റ് ഏതെല്ലാം ഘടകങ്ങൾ ചേർന്നതാണ് പാർലമെന്റ്? രാജ്യസഭ, ലോകസഭ ആൻഡ് പ്രസിഡന്റ്. യെസ്, രാജ്യസഭ, ലോകസഭ ആൻഡ് പ്രസിഡന്റ്. അടുത്തത് ക്വസ്റ്റ്യൻ 153. വാട്ട് വാസ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ലെജിസ്ലേച്ചർ? ഇന്ത്യയിലെ ആദ്യത്തെ നിയമ നിർമ്മാണ സഭ. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിയമനിർമ്മാണ സഭ. വാട്ട് വാസ് ദ നെയിം ഓഫ് ദി ഇന്ത്യാസ് ഫസ്റ്റ് ലെജിസ്ലേച്ചർ? ഇന്ത്യയുടെ ആദ്യത്തെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? എന്താണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഓക്കെ. അടുത്തത്, വെൻ ഡിഡ് ഇന്ത്യ ബിക്കം ഫുള്ളി സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്? ഇന്ത്യ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക് അല്ലേ? അപ്പോ സോവറിൻ പരമാധികാര, ഡെമോക്രാറ്റിക് എന്തുവാ 5 മോളെ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ? ഡെമോക്രാറ്റിക് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അല്ലേ? അതെ, ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യം. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാലോ? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഈസ് ആൻ ഇലക്ടഡ് വൺ. യെസ്. അഖിലമോക്ക് അറിയാമായിരുന്നോ? അഖില ചേച്ചി പോയി. എന്ത് പറ്റി? അറിയില്ല, അപ്പൊ വരുമായിരിക്കും. ഓക്കെ. എന്നാണ്? 26 ജാനുവരി 1950 അല്ലേ? 26 ജാനുവരി 1950 ഇന്ത്യ പൂർണ്ണമായും എന്തായത്? സോവറിൻ ഡെമോക്രന്നല്ലേ? അഖില വന്നില്ലേ? യെസ്. 26 ജാനുവരി 1950 ഇന്ത്യ ഫുള്ളി സോവറിനായി, പരമാധികാര രാജ്യമായി, ഡെമോക്രാറ്റിക്കായി, ജനാധിപത്യമായി, റിപ്പബ്ലിക്കായി, എലക്റ്റഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഈസ് ആൻ എലക്റ്റഡ് വൺ എന്ന് പറയുന്ന റിപ്പബ്ലിക്കായി. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. Who was the first Prime Minister of India at the time of Provincial Parliament? പ്രൊവിൻഷ്യൽ പാർലമെന്റിന്റെ സമയത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. പ്രൊവിൻഷ്യൽ പാർലമെന്റ് സമയത്തും
എക്സിക്യൂട്ടീവിൻ്റെ സമയത്തും ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. അടുത്തെന്താ? ഡാഷ് ആർ നോട്ട് അബ്സല്യൂട്ട് റൈറ്റ് ബട്ട് ആർ ലിമിറ്റഡ് ഫണ്ടമെന്റൽ റൈറ്റ്. ഡാഷ് ആർ നോട്ട് അബ്സല്യൂട്ട് റൈറ്റ് ബട്ട് ആർ ലിമിറ്റഡ്. താഴെ പറയുന്നതിൽ എന്താണ് അബ്സല്യൂട്ട് റൈറ്റ് അല്ലാത്തത്? ബട്ട് ആർ ലിമിറ്റഡ്. അതെന്ത് റൈറ്റ് ആണ്? ലിമിറ്റഡ് റൈറ്റ് ആണ്. അതിനെ എന്ത് പറയും? ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയും. കാരണം എന്താ മക്കളെ? They have reasonable restriction. Yes, all fundamental right have reasonable restriction. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റിനും എന്തുണ്ട്? റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ. ഡാഷ് റൈറ്റ് ഈസ്, എത്ര ഈസ് ഉണ്ട് അവിടെ? രണ്ട് ഈസ് ഉണ്ടോ പുസ്തകത്തിൽ? ഒറ്റ ഈസ് വായിച്ചാൽ മതിയേ. ഡാഷ് റൈറ്റ് ഈസ് നൗ റെക്കഗ്നൈസ്ഡ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആൻഡ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഒരു അവകാശം ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നത് ഭരണഘടനാപരമായ അവകാശമായിട്ടാണ്, ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തതാണ്. ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി. അപ്പോ റൈറ്റ് ടു പ്രോപ്പർട്ടി ആദ്യം എന്തായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ഇപ്പോഴെന്തല്ല? ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഇപ്പോഴെവിടെയാ? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഏത് ആർട്ടിക്കിളിലാണ്? 300A. എത്ര? 300A. അതെ, 300A. 300A. മനസ്സിലായോ? അടുത്തത്, ഫ്രീ ലീഗൽ എയ്ഡ് ഫോർ ആൻ അക്യൂസ്ഡ് ഈസ് എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. മനസ്സിലായോ? അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുവാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് തന്നെ എഴുതണം. ഫണ്ടമെന്റൽ റൈറ്റ് അവിടെ ഇല്ല എങ്കിൽ മാത്രമേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എഴുതാവൂ. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യനിൽ ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഉണ്ടായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ് ആണല്ലോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും ഒരുമിച്ച് ഓപ്ഷനിൽ വരികയാണെങ്കിൽ എന്തെഴുതണം? ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് എഴുതണം. ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ല എങ്കിൽ അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് എഴുതണം. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇത്തരം ക്വസ്റ്റ്യനുകളിൽ ആര് സ്വീകരിക്കുന്നത്? പരീക്ഷ എഴുതുന്നവർ സ്വീകരിക്കുന്നത്. മനസ്സിലായോ? ഇന്ന് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും നോക്കുന്ന പരാതി ഉണ്ടോ? ഇല്ല സർ. അതുകൊണ്ട് ഞാൻ മറ്റേ കമ്പ്യൂട്ടർ ഒഴിവാക്കിയിട്ട് ലാപ്ടോപ്പ് മാത്രം ഉപയോഗിക്കാം കേട്ടോ. ശരി. ദ വോട്ടിംഗ് റൈറ്റ് ഈസ് നൗ ഗ്യാരണ്ടീഡ് ആസ് എ ഡാഷ് റൈറ്റ്. ഏത് റൈറ്റ്? ലീഗൽ റൈറ്റ്. വോട്ടിംഗ് റൈറ്റ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. മനസ്സിലായോ? ഒരാൾക്ക് വോട്ട് നിഷേധിച്ചാൽ അത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ലംഘനമാണെങ്കിൽ റിട്ട് പെറ്റീഷൻ പോകാമായിരുന്നു. അതിൽ ലീഗൽ റൈറ്റ് ആയതുകൊണ്ട് റിട്ട് പെറ്റീഷന് പോകാൻ പറ്റത്തില്ല. പിന്നെന്ത് പോകാൻ പറ്റും? ഇഞ്ചുറി ഉണ്ട്, ഡാമേജ് ഇല്ല. ഇഞ്ചൂറിയ സിൻ ഡാമിനോയിൽ പോകാം. മനസ്സിലായോ?
ആ sir. യെസ്. അടുത്തത്. ദ സോവർണിറ്റി ഓഫ് ഇന്ത്യ ഈസ് ലൈസ് ഓൺ ഹൂം. ഇന്ത്യയുടെ സോവർണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാധികാരം. പരമമായ അധികാരം, പരമാധികാരം. ലൈസ് ഓൺ ഹൂം, ആരിൽ നിക്ഷിപ്തമാണ്? പീപ്പിൾ ഓഫ് ഇന്ത്യ. പീപ്പിൾ ഓഫ് ഇന്ത്യ. പക്ഷെ അത് ഭരണഘടനയെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ പരമാധികാരം പ്രായോഗികമായി കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ MP-മാരും MLA-മാരുമാണ്, അല്ലേ? നമ്മുടെ പരമാധികാരം 5 വർഷത്തേക്ക് നമ്മളൊരു ചിഹ്നത്തിലങ്ങ് കുത്തും, അല്ലേ? പിന്നെ അവരുടെ കൈ കിട്ടും, പിന്നെ അവര് നമ്മളെ ഭരിക്കും. ഇട്ട വോട്ട് തിരിച്ചെടുക്കാൻ നിയമം ഉണ്ടോടെ? ഉണ്ടോ മക്കളെ? ഇല്ല. അതൊരു വലിയ കുഴപ്പമാണ്. ഒരു MP അല്ലെങ്കിൽ ഒരു MLA ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ നിയമനിർമ്മാണം നടത്തിയാൽ ആ MPയെ തിരിച്ചു വിളിക്കാൻ ഒരവകാശം വേണം എന്നാണ് ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ പറയുന്നത്. വി വാണ്ട് ടു റീകോൾ ആൻ MP ഓർ MLA ഓർ എ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്. അത് ഇന്ത്യയിൽ അത്യാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. Who was the Deputy Prime Minister of India at the time of Provincial Parliament? Provincial Parliament സമയത്ത് ഇന്ത്യയിലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു മക്കളെ? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ഞാനൊക്കെ പഠിക്കുന്നതിന് വേണ്ടി അന്ന് പെട്ടെന്ന് മനസ്സിൽ വരുന്നതിന് വേണ്ടി പറഞ്ഞു പഠിച്ചത് ഇങ്ങനെയാണ്: സർദാർ വല്ലഭായ് പട്ടേൽ. പട്ടേൽ എന്ന് പറഞ്ഞാൽ അറിയാമോ? പട്ടിയോൽ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇല്ല സാർ. ഇപ്പോഴത്തെ വീടിനൊന്നും പട്ടിയോലില്ല. പണ്ട് ഈ ഓട് മേയുന്ന വീടിന്, അല്ലെങ്കിൽ നമ്മൾ ഓല മേയുന്ന വീടിന് ഉത്തരവും കഴുക്കോലും വെച്ചതിന് ശേഷം അതിൻ്റെ നിരത്തി ഇങ്ങനെ അടിക്കുന്ന ഒരു സാധനത്തിൻ്റെ പേരാണ് പട്ടിയോൽ. ഓട് പാകാൻ, അല്ലെങ്കിൽ ഓല മേയുന്നതിന് വേണ്ടി പട്ടിയോൽ ഉപയോഗിക്കും. പട്ടേൽ എന്ന് പറഞ്ഞ ഒരു ജാതിയാണ് കേട്ടോ. സർദാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ ആരായിരുന്നു? സർദാർ ആയിരുന്നു, പട്ടാള മേധാവിയായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വല്ലഭായി എന്നാണ്. അപ്പോൾ സർദാർ വല്ലഭായി പട്ടേൽ. ഓക്കെ. കാസ്റ്റ് ബേസ്ഡ് ഇന്ത്യ, അതാണ് പട്ടേൽ. ഓക്കെ. അടുത്തത് 157. എന്താണ്? വിച്ച് ഒക്കുപേഷൻ വാസ് റെപ്രസെൻറ്റഡ് മോർ ഇൻ പ്രൊവിഷ്യൽ പാർലമെന്റ്? പ്രൊവിഷ്യൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഏത് വിഭാഗത്തിലെ ആൾക്കാരാണ് ഉണ്ടായിരുന്നത്? ഏത് വിഭാഗത്തിലെ ആൾക്കാരായിരുന്നു? ലോയേഴ്സ്, അല്ലേ? ആരും ഇവിടെ അല്ലേ? രണ്ടുപേരും? അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊവിഷ്യൽ പാർലമെന്റിൽ എത്തിയ അല്ലെങ്കിൽ തൊഴിൽ ചെയ്ത ആൾക്കാർ ആരായിരുന്നു? അഗ്രികൾച്ചേഴ്സ് കൂടുതൽ എവിടെ വന്നിട്ടില്ല? പാർലമെന്റിൽ വന്നിട്ടില്ല. ബിസിനസ്മാനും പാർലമെന്റിൽ കൂടുതൽ വന്നിട്ടില്ല. ടീച്ചേഴ്സും വന്നിട്ടില്ല. വന്നത് ആരൊക്കെയാണ്? കൂടുതലും വന്നത് ലോയേഴ്സ്. എന്തുകൊണ്ടാണ്? പാർലമെന്റ് ലോ മേക്കിംഗ് ബോഡിയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വ്യത്യസ്തമാണ്. നിയമപരമായി അത്ര പരിജ്ഞാനമുള്ളവരല്ല നിയമനിർമ്മാണ സഭകളിൽ ഇപ്പോൾ എത്തുന്നത്. ഓക്കെ, അതിൻ്റെ കാണാനുമുണ്ട്. ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് രാജ്യസഭ അറ്റ് ദ ടൈം ഓഫ് ദ ഫസ്റ്റ് ലോക്സഭ? ഇവിടെ മുതലാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്, അല്ലേ? ആദ്യത്തെ ലോകസഭയിലെ ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് രാജ്യസഭ അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ലോക്സഭ? ആദ്യമായി ലോകസഭ സമ്മേളിച്ച സമയത്ത് ആരായിരുന്നു രാജ്യസഭയുടെ ചെയർമാൻ? അല്ലേ? അങ്ങനല്ലേ ചോദ്യം? യെസ്. ആരായിരുന്നു?
ഡോക്ടർ എസ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. യെസ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആ ക്വസ്റ്റ്യൻ തെറ്റാ മോളെ. അതെന്താ സാർ? ആ രാജ്യസഭ എന്ന് പറയുന്നത് തെറ്റാണ്. ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ലോക്സഭ അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ലോക്സഭ എന്നതാണ് ആ ക്വസ്റ്റ്യൻ. കേട്ടോ, ഞാൻ വെരിഫൈ ചെയ്തിട്ട് പറയാം. ആ 158 അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചേരാം കേട്ടോ. ഓക്കെ, ഓക്കെ. അടുത്തത് 159. ഹൂ വാസ് ദ ഫാദർ ഓഫ് ലോക്സഭ? ലോക്സഭയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ആരെയാണ്? GV മാവുലങ്കർ. അത് സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു ഉത്തരമാണ് GV മാവുലങ്കർ. ശരിയാ, ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ആദ്യത്തെ 158 ആൻസർ ശരിയാണ് കേട്ടോ. ഡോക്ടർ രാധാകൃഷ്ണൻ ശരിയാണ് കേട്ടോ. അന്ന് ലോകസഭയുടെ ചെയർമാൻ GV മാവുലങ്കർ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ലോക്സഭ എന്ന് വിളിക്കുന്നത്. ഇവിടെ കിട്ടിയോ? അപ്പൊ രാജ്യസഭയുടെ അവിടെ ഡോക്ടർ രാധാകൃഷ്ണൻ ശരിയാണ്. ഓക്കെ, എനിക്കൊരു കൺഫ്യൂഷൻ വന്നോളൂ. ഒരു കൺഫ്യൂഷൻ വന്നോണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വരച്ചു വെച്ചായിരുന്നു കേട്ടോ. കൺഫ്യൂഷൻ മാറി. ഓക്കെ, റെഡി? ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് രാജ്യസഭ അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ലോക്സഭ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഹൂ വാസ് ദ ഫാദർ ഓഫ് ലോക്സഭ? GV മാവുലങ്കർ. ആ ക്വസ്റ്റ്യൻ GV മാവുലങ്കർ എന്ന ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഓക്കെ, when did the origin and evolution of the office of speaker start in India? സ്പീക്കർ എന്ന ഓഫീസിന്റെ പദവി തുടങ്ങിയത് ഏത് വർഷമാണ്? ഏത് കാലയളവിലാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഏത് കാലയളവിലാണ്? ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്. നോക്കൂ, ഇന്ത്യക്ക് ലോകസഭ രാജ്യസഭ എന്ന് പറഞ്ഞ സഭ വേണമെന്നും അതിനെ നിയന്ത്രിക്കാൻ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു സ്പീക്കർ വേണമെന്നും ബ്രിട്ടീഷ് കാലത്ത് തുടങ്ങിയതാണ്. ഓക്കെ, സ്പീക്കറെ പറയുന്നത് സഭയുടെ നാഥനെന്നാണ്. മനസ്സിലായോ? സ്പീക്കർ അനുവദിച്ചാൽ മാത്രമേ ഒരു MP ക്ക് ഒരു MLA ക്ക് എഴുന്നേറ്റ് സംസാരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇരിക്കവിടെ എന്ന് പറയും. മനസ്സിലായോ? ഈ രാജ്യസഭയിലെ സ്പീക്കർ ഇല്ലേ സാർ? രാജ്യസഭയുടെ സ്പീക്കറിന് പകരമാണ് നമ്മൾ ചെയർമാനെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അവിടെ. ഓ, രാജ്യസഭാ സ്പീക്കർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഇല്ല. അതിന് നമ്മളെന്ത് പറയും? രാജ്യസഭാ ചെയർമാൻ. അദ്ദേഹം ഏത് പോസ്റ്റിലാണ് ഇരിക്കുന്നത്? വൈസ് പ്രസിഡന്റ് ഓഫ് പ്രസിഡന്റ്. അതിനെ നമ്മൾ പറയുന്ന ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ മറ്റൊരു പദവി വഹിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരെന്താ? എന്താ സാർ? ഒരു പദവിയിൽ ഇരിക്കവേ മറ്റൊരു പദവി വഹിക്കാൻ ഭരണഘടന കൊടുക്കുന്ന അധികാരത്തിന് ഒരു പേര് പറയും. എന്താണ്? എക്സ് ഓഫീഷ്യോ പോസ്റ്റ്. എന്ത് പോസ്റ്റ്? എക്സ് ഓഫീഷ്യോ പോസ്റ്റ്. എക്സ് ഓഫീഷ്യോ പോസ്റ്റ്. When did the origin of evolution of the office of the speaker started in India in British period? Next question, 161. Which article of Indian Constitution mentioned the post of Speaker and Deputy Speaker in the House of People? House of People എന്ന് പറഞ്ഞാൽ ഏത് സഭയാ മക്കളെ? ലോകസഭ. 5 വർഷങ്ങളാന്നാ പറഞ്ഞേ. ശരി, കുഴപ്പമില്ല. മോക്കറിയാമായിരുന്നു? അഖിലമ്മോക്കറിയാമായിരുന്നു? യെസ്. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോകസഭയാണ്. ലോകസഭ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം എന്താണ്? ജനസഭ. ആർട്ടിക്കിൾ 93 അല്ലേ? ആർട്ടിക്കിൾ 93 എന്തു പറയുന്നു?
സ്പീക്കറും വേണം, ഡെപ്യൂട്ടി സ്പീക്കറും വേണമെന്ന് പറയുന്നു. അപ്പം 91 എന്താ പറയുന്നേ? The deputy Power of the chairman or other person to perform the duties. 91 അല്ലേ പറയുന്നത്? 91 ചെയർമാൻ അല്ലേ? പവർ ഓഫ് ദി ചെയർമാൻ അല്ലേ? ആണോ? ആ യെസ്. 5 വർഷം മോള് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിയോ? വായിച്ച കേക്കട്ടെ. Power of the deputy chairman or other person to perform the duties of the office of or to act as chairman. 91 ആണോ? Power of the deputy chairman or other person to perform the duties of the office or the acts as the chairman. ഓക്കെ. അപ്പോൾ 91 പറയുന്നു, എന്ത് പറയുന്നു? ഉപാധ്യക്ഷനോ മറ്റാർക്കെങ്കിലോ എന്തു ചെയ്യാം? അദ്ദേഹത്തിൻ്റെ ഓഫീസ് വേക്കൻറ്റ് വന്നാൽ എന്താവാം? ചെയർമാനായി പ്രവർത്തിക്കാം. 93 എന്ത് പറയുന്നു? The post of speaker and deputy speaker in the house of people. ഹൗസ് ഓഫ് പീപ്പിളിൽ 2 പോസ്റ്റ് ഉണ്ടാവണം. ഒരു സ്പീക്കറും വേണം, ഡെപ്യൂട്ടി സ്പീക്കറും വേണം. 95 എന്ത് പറയുന്നു? Power of the deputy speaker or other person to perform the duties of the office of or to act as speaker. യെസ്. ഡെപ്യൂട്ടി സ്പീക്കർക്കോ മറ്റാർക്കുമോ സ്പീക്കറുടെ ഉദ്യോഗത്തിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനോ സ്പീക്കറായി പകരം ജോലി നോക്കുവാനോ അധികാരമുണ്ട് എന്ന് പറയുന്നു. എന്ത് പറയുന്നു? പവർ ഓഫ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ഓർ അതർ പേഴ്സൺ. ഡെപ്യൂട്ടി സ്പീക്കർക്കോ മറ്റ് മുതിർന്ന ആർക്കെങ്കിലുമോ സ്പീക്കർ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുമതല വഹിക്കാം. മനസ്സിലായോ? 95. അപ്പോൾ 96 എന്ത് പറയുന്നു? The speaker or the deputy speaker not to preside while a resolution for his removal from office is under consideration. യെസ്. ഒരു സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ നീക്കുന്നതിന് വേണ്ടി ഒരു ചാർജ് കൊടുത്താൽ അത് കേൾക്കുന്ന സമയത്ത് ആര് പ്രൊസീഡ് ചെയ്യാൻ പാടില്ല? സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ആർക്കെതിരെയാണോ ചാർജ് ഉള്ളത് ആ സമയത്ത് അവർ പ്രൊസീഡ് ചെയ്യാൻ പാടില്ല. അതാണ് 96 പറയുന്നത്. എഴുതിയെടുത്തോ? യെസ്. അപ്പോൾ നമ്മുടെ അഖിലമോളൊന്ന് വായിച്ചേ 152 മുതൽ. 152. Which law officer shall have the right to speak in both the houses of parliament? Attorney General. 153. What was the name of India's first legislature? Constituent Assembly. 154. When did India become a fully sovereign democratic republic? 26th January 1950. 155. Who was the first Prime Minister of India at the time of Provisional Parliament? Jawaharlal Nehru. Fundamental rights are not absolute rights but are limited. Right to property right is now recognized as a constitutional right and not a fundamental right. Free legal aid for an accused is a directive principle of state policy. The voting right is now guaranteed as a legal right. The sovereignty of India lies on whom? People of India. 156. Who was the Deputy Prime Minister of India at the time of Provisional Parliament? Sardar Vallabhbhai Patel. 157. Which occupation was represented more in the Provisional Parliament? Lawyers. 158. Who was the chairman of the Rajya Sabha at the time of first Lok Sabha? Dr. S. Radhakrishnan. 159. Who was the father of the Lok Sabha? G.V. Mavalankar. 160. When did the origin and evolution of the office of Speaker start in India? In British period. 161. Which article of Indian Constitution mentioned the posts of Speaker and Deputy Speaker of the House of People? Article 93. ജിഷ്മോൾ വായിച്ചേ. 152. Which law officer shall have the right to speak in both the houses of parliament? Attorney General, the first law officer of India. 153.
What was the name of India's first legislature constituent assembly? 154. When did India become a fully sovereign democratic republic? 26th January 1950. 155. Who was the first Prime Minister of India at the time of Provisional Parliament? Jawaharlal Nehru. Fundamental rights are not absolute rights but are limited. Right to property is a right now recognized as a constitutional right and not a fundamental right. Free legal aid for an accused is a directive principles of state policy. The voting right is now guaranteed as a legal right. The sovereignty of India lies on whom? People of India. 156. Who was the Deputy Prime Minister of India at the time of Provisional Parliament? Sardar Vallabhbhai Patel, the Iron Man of India. 157. Which occupation was represented more in the Provisional Parliament? Lawyers. 158. Who was the chairman of the Rajya Sabha at the time of first Lok Sabha? Dr. S. Radhakrishnan. 159. Who was the father of the Lok Sabha? G.V. Mavalangar. 160. When did the origin and evolution of the office of Speaker start in India in British period? 161. Which article of the Indian Constitution mentioned the post of Speaker and Deputy Speaker of the House of People? Article 93. Any doubt? ഇല്ല സാർ. ഇല്ല ഇല്ല സർ. മോളെ. Any ഇല്ല സർ. doubt? സംശയമുണ്ടോ? സർ പറയണ കേൾക്കില്ലേ? ഇല്ല സർ. Yes. Next. 162 അല്ലേ? 162. അന്വേഷണം മോളൊന്ന് വായിച്ചാൽ കേൾക്കട്ടെ. 162. Who is the head to transact the business of the Lok Sabha? ആരാണ്? Speaker. യെസ്. അതിൻ്റെ അർത്ഥം എന്താ? 16. Who is the head? ആരാണ് തലവൻ ആകുന്നത്? എന്തുവാ? ടു ട്രാൻസാക്ട് ബിസിനസ് ഇൻ ലോക്സഭ. ലോകസഭയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? നടപടിക്രമം എന്നാണ് ഇവിടുത്തെ അർത്ഥം. ബിസിനസ്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമം അല്ലെങ്കിൽ ലോകസഭയുടെ നടപടിക്രമം ഇതൊക്കെ പറയുന്നതിന് വേണ്ടി ഒരു പുസ്തകമുണ്ടാവും. അതിൻ്റെ പേര് റൂൾസ് ഓഫ് ബിസിനസ് എന്നാണ്. എന്താണ്? റൂൾസ് ഓഫ് ബിസിനസ്. റൂൾസ് ഓഫ് ബിസിനസ്. ആ റൂൾസ് ഓഫ് ബിസിനസ് പറഞ്ഞിരിക്കും ആരാണത് നിയന്ത്രിക്കേണ്ടത്. ആരാണ് നിയന്ത്രിക്കേണ്ടത്? സ്പീക്കർ ഓഫ് ലോക്സഭ അല്ലേ? യെസ്. അപ്പോ അഖിലമോട് 163 ഒന്ന് വായിച്ചേ. 163. In the absence of the speaker who performs the duties of transacting the business in Lok Sabha, ആരായിരിക്കും? ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ 162-ന്റെ ക്വസ്റ്റ്യനുമായി സാമ്യമുള്ള ക്വസ്റ്റ്യനാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്പീക്കർ ഇല്ലെങ്കിൽ ഹൂ പെർഫോം ദ ഡ്യൂട്ടീസ് ഓഫ് ട്രാൻസാക്ടിങ് ബിസിനസ് ഇൻ ലോക്സഭ. ലോകസഭയുടെ നടപടിക്രമങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത്? കട്ട് ചെയ്ത് പോകുന്നുണ്ടോ? അപ്പോൾ അവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്പീക്കർ ഇല്ലെങ്കിൽ ഹൂ പെർഫോംസ് ദ ഡ്യൂട്ടീസ് ഓഫ് ട്രാൻസാക്ടിങ് ദ ബിസിനസ് ഇൻ ലോക്സഭ. ലോകസഭയിലെ നടപടിക്രമങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? കേൾക്കാമോ? ആരാണ്? ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോൾ സ്പീക്കർ ഉണ്ടെങ്കിൽ ആര് നിയന്ത്രിക്കും? സ്പീക്കർ നിയന്ത്രിക്കും. സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ലോക്സഭ നിയന്ത്രിക്കും. മനസ്സിലായോ?
sir. യെസ്. അടുത്ത എന്താ പറഞ്ഞേക്കുന്നേ? 164 അല്ലേ? അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭ? കണ്ടോ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാന സഭ. അണ്ടർ വിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന രാജ്യസഭാംഗങ്ങളെയാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, മന്ത്രിസഭ എന്നാണ് അവിടെ അർത്ഥം. മിനിസ്റ്റർ, മന്ത്രിമാർ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭ എന്നാണ് അർത്ഥം. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭ ഹാസ് എ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 89. ലോകസഭയിൽ എന്താ പറഞ്ഞേക്കുന്നേ? സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. രാജ്യസഭയിൽ എന്താ പറഞ്ഞേക്കുന്നേ? ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ലോകസഭയിൽ ആര്? സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും. രാജ്യസഭയിൽ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും, അല്ലേ? എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 89 ആണ്, അല്ലേ? 89, ആർട്ടിക്കിൾ 89. ആർട്ടിക്കിൾ 91 എന്താ മക്കളെ പറഞ്ഞേക്കുന്നേ? Power of the deputy chairman or other person to perform the duties of the office of or to act as chairman. യെസ്. അപ്പോൾ 91 നമ്മൾ പഠിച്ചു. ഇനി 108 എന്താ പറഞ്ഞേക്കുന്നേ? Joint sitting of both houses in certain cases. ജോയിന്റ് സിറ്റിംഗ് എപ്പോഴാ വരുന്നേ? ലോകസഭ ഒരു ബില്ല് പാസ്സാക്കി അയച്ച് രാജ്യസഭ അതിനെ എതിർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ജോയിന്റ് സിറ്റിംഗ് വിളിക്കും, അല്ലേ? അപ്പോ അത് പറഞ്ഞിരിക്കുന്നത് എവിടെയാ? 108 അല്ലേ? ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഇൻ സർട്ടൺ കേസസ്. 108. 109 എന്ത് പറഞ്ഞിരിക്കുന്നു? സ്പെഷ്യൽ പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ഓഫ് മണി ബിൽസ്. മണി ബില്ലിന് സാധാരണ ബില്ല് പോലുള്ള പ്രൊസീജിയർ അല്ല. സ്പെഷ്യൽ പ്രൊസീജിയർ ഇൻ ദ കേസ് ഓഫ് മണി ബിൽ. മനസ്സിലായോ? ആ ഓപ്ഷനിൽ തന്നിരിക്കുന്ന 4 ആർട്ടിക്കിൾ നമുക്ക് പഠിച്ചുകൊണ്ട് പോകണം. ഏതാ വരുന്നത് നമുക്കൊരു പിടിയില്ല. ഓക്കെ, 164 വരെ മനസ്സിലായോ? അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭ ഹാസ് എ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ? ഏത് പ്രകാരമാണ്? ആർട്ടിക്കിൾ 89 പ്രകാരം. ഹൗ ക്യാൻ എ മെമ്പർ of parliament resign from his seat? ഒരു മെമ്പർ റിസൈൻ ചെയ്യുന്നത്, രാജിവെക്കുന്നത് എങ്ങനെയാണെന്നാ ചോദിച്ചത്, അല്ലേ? എങ്ങനെയാണ്? ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് സിഗ്നേച്ചർ അഡ്രസ് ടു ദ ചെയർമാൻ ഓർ ദ സ്പീക്കർ. ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് സിഗ്നേച്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി അഡ്രസ് ടു ചെയർമാൻ ഓർ സ്പീക്കർ. അപ്പോൾ ചെയർമാനെ അഡ്രസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? രാജ്യസഭയില്. സ്പീക്കറെ അഡ്രസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ലോക്സഭയില്. ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടില്ല. ആൻഡ് സിഗ്നേച്ചർ അണ്ടർ ഹിസ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സ്വന്തം കയ്യൊപ്പോടുകൂടി ചെയർമാനെയോ സ്പീക്കറെയോ കത്ത് കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ, അല്ലേ? അങ്ങനല്ലേ?
അതെ. ആ എന്താ അങ്ങനെ പറഞ്ഞേ? അന്നത്തെ എം പിമാർ വിദ്യാഭ്യാസമുള്ളവരാണ്, കത്തെഴുതാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം ഉള്ളവരാണ് എന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് പോലും വലിയ ഉറപ്പില്ലായിരുന്നു. മനസ്സിലായോ? ആ സർ. അന്ധകാലത്താ, 1947 കാലമാ കേട്ടോ. ആ 2000-ന്റെ കാലത്തെക്കുറിച്ച് ആലോചിച്ചത്. ഹൂ ഫിക്സ് സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് ദ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ആൻഡ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ? ആരാണ്? ആരാണ്? പാർലമെന്റ് ബൈലോ. ആരാണ്? ലോകസഭയുടെ ചെയർമാൻ്റെയും ലോകസഭയുടെ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും രാജ്യസഭയുടെ ചെയർമാൻ്റെയും ഡെപ്യൂട്ടി ചെയർമാൻ്റെയും സാലറി തീരുമാനിക്കുന്നത് പാർലമെന്റ് ബൈലോ എന്ന് പറഞ്ഞാൽ രാജ്യസഭയും ലോകസഭയും പ്രസിഡന്റും കൂടി 3 പേരും കൂടിയാണ് ശമ്പളം തീരുമാനിക്കുന്നത്, അല്ലേ? യെസ്. എനി ഡൗട്ട് ഇത്രയും പറഞ്ഞതിൽ? 162 മുതൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സാർ 165 ഒന്നുകൂടി പറയൂ. യെസ്. ഹൗ ക്യാൻ എ മെമ്പർ ഓഫ് പാർലമെന്റ് റിസൈൻ ഫ്രം ഹിസ് സീറ്റ്? ഒരു പാർലമെന്റ് അംഗം എങ്ങനെയാണ് രാജിവെക്കുന്നത്? ഹൗ ക്യാൻ മെമ്പർ ഓഫ് പാർലമെന്റ്, MP, റിസൈൻ ഫ്രം ഹിസ് സീറ്റ്? അദ്ദേഹത്തിൻ്റെ കസേര ഒഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? രാജിവെച്ച് പോകുന്നത് എങ്ങനെയാണ്? റൈറ്റിംഗ് അണ്ടർ ഹിസ് സിഗ്നേച്ചർ. അദ്ദേഹം സ്വന്തം കയ്യിൽ ഒപ്പിട്ട് അഡ്രസ് ടു ദ ചെയർമാൻ ഓർ സ്പീക്കർ. ചെയർമാന് അല്ലെങ്കിൽ സ്പീക്കർ, ഡെപ്യൂട്ടി പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? രാജ്യസഭയിലാണെങ്കിൽ ചെയർമാന് സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട് കത്ത് കൊടുക്കണം. ലോകസഭയിലാണെങ്കിൽ സ്പീക്കർക്ക് സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട് കത്ത് കൊടുക്കണം. എഴുതി ഒപ്പിട്ട് എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? യെസ്. എനി ഡൗട്ട്? ഫർദർ ഡൗട്ട്? ഇല്ല സർ. യെസ്. വിച്ച് വുമൺ പ്രസന്റഡ് നാഷണൽ ഫ്ലാഗ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നാഷണൽ ഫ്ലാഗ് പ്രസന്റ് ചെയ്ത ഒരു വുമണാണ്. ആരാ? ശ്രീമതി ഹൻസ മേത്ത. ഹൻസ മേത്ത എന്ന് പറയുന്ന വനിതയാണ് നാഷണൽ ഫ്ലാഗിനെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്തത്. മനസ്സിലായോ? ഇൻ ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ്, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ വാട്ട് ഡസ് അശോക വീൽ റെപ്രസെന്റ്? അശോക വീല് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? വീൽ ഓഫ് ദ ലോ, നിയമത്തിൻ്റെ വീലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നിയമവാഴ്ചയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത് എവിടെ നോക്കിയിട്ടാണ്? അശോക ചക്രത്തിൽ, ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ നോക്കിയിട്ടാണ്. അത് സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് കടം കൊണ്ടതാണ്. ഇൻ ദ നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാകയിൽ വാട്ട് ഡസ് ഗ്രീൻ കളർ റെപ്രസെന്റ്? പച്ച എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത്? പച്ച എവിടെയാണ്? ഏറ്റവും താഴെയാണല്ലേ. ഫെർട്ടിലിറ്റി. എന്താ ഫെർട്ടിലിറ്റി? കാർഷിക സമൃദ്ധി, ഗ്രോത്ത്, വളർച്ച. ആൻഡ് ഓസ്പീഷ്യസ് ഓഫ് ദ ലാൻഡ്, ഇന്ത്യയിലെ ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വിളവുള്ള മണ്ണ്, കാർഷിക സമൃദ്ധി.
ഗ്രോ വളർച്ച ആൻഡ് ഓസ്പീഷ്യസ് ഓഫ് ദ ലാൻഡ്. നമ്മുടെ ഭൂമിയുടെ വിലമതിക്കാനാകാത്ത സ്വത്ത്. ഇതിനെക്കുറിച്ചാണ് ദേശീയ പതാകയിലെ പച്ച പറയും. മനസ്സിലായോ? ഇൻ ദ നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാകയിൽ, വാട്ട് ഡസ് ദ സഫ്രോൺ കളർ റെപ്രസെൻറ്റ്? ഇന്ത്യയിലെ ദേശീയ പതാകയിലെ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന സഫ്രോൺ എന്താണ്? കടും കാവി. മുകളിൽ കുങ്കുമ നിറം, നടുവിൽ വെള്ള, അടിയിൽ പച്ച എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ കുങ്കുമമല്ല. എന്താണ്? സഫ്രോൺ കടും കാവി നിറമാണ്. ദ സ്ട്രെങ്ത് ആൻഡ് കറേജ് ഓഫ് ദി കൺട്രി. ഇന്ത്യയുടെ സ്ട്രെങ്ത്, കരുത്ത്, കറേജ്, ധൈര്യം. ഇന്ത്യയിലെ വീരന്മാരെ പ്രതിനിധാനം ചെയ്യുന്നതാണ് നാഷണൽ ഫ്ലാഗിൻ്റെ സഫ്രോൺ കളർ. ഇൻ ദ നാഷണൽ ഫ്ലാഗ്, ഹൂ ഡസ് ദി വീൽ, ഹൂം ഡസ് ദ വീൽ റെപ്രസെൻറ്റ്? ആ വീല്, നടുക്ക് കാണപ്പെടുന്ന വീല്, ചക്രം എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അശോക ചക്ര, ധർമ്മചക്ര എന്നല്ല പറയേണ്ടത്, ഇറില്ല, ധമ്മചക്ര. ധർമ്മചക്ര എന്ന് പാലി ഭാഷയിൽ. അശോകചക്ര, അശോകൻ ഭരിച്ച സമയത്ത് ഇന്ത്യയിലുള്ള ഭാഷ പാലി ഭാഷയാണ്, സംസ്കൃതമല്ല. ഓക്കെ, പാലി ഭാഷയിൽ ധർമ്മം എന്ന് പറയാറില്ല, ധമ്മം എന്നാണ് പറയുന്നത്. ബുദ്ധം ശരണം ഗച്ഛാമി, ധമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, സത്യം ശരണം ഗച്ഛാമി എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് സ്വാമി ശരണം ഉണ്ടായത് എന്ന് ചില ചരിത്രകാരന്മാർ പറയപ്പെടുന്നു. ഓക്കെ, തർക്കമുള്ള വിഷയമാണ്, അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പോകണ്ട. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അടുത്തത്, ഇൻ ദ നാഷണൽ ഫ്ലാഗ്, വാട്ട് ഷാൽ ബി ദ റേഷ്യോ ഓഫ് വിഡ്ത്ത് ആൻഡ് ലെങ്ത്? ലെങ്ത് എത്രയാണ്? 3. വിഡ്ത്ത് എത്രയാണ്? 2. എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നോക്കണം. വിഡ്ത്ത് എത്രയാണ്? 2, ലെങ്ത് 3. അത് തിരിച്ചാണ് വരുന്നതെങ്കിൽ അത് തിരിച്ചെഴുതിക്കോണം. 2:3, വിഡ്ത്ത് 2, ലെങ്ത് 3, അങ്ങനെയാണ്. അല്ലാതെ ലെങ്ത് ഇപ്പുറത്ത് വന്ന് വിഡ്ത്ത് അപ്പുറത്ത് വന്നാൽ 2:3 എന്ന് കാച്ചിക്കളയരുത്. പറഞ്ഞ മനസ്സിലായോ? യെസ്, ലെങ്ത് എപ്പോഴും 3, വിഡ്ത്ത് എപ്പോഴും 2. ആ ലെങ്തും വിഡ്ത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അതിനനുസരിച്ച് മാറ്റിക്കോണം. ഇൻ ദ നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാകയിൽ, വിച്ച് കളർ ഈസ് യൂസ്ഡ് ഇൻ ദ വീൽ? അതിലെ അശോക ചക്രത്തിൻ്റെ നിറം എന്താണ്? നേവി ബ്ലൂ. എന്ത് ബ്ലൂ? നേവി ബ്ലൂ. നേവി ബ്ലൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ദേശീയ പതാക ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷമേ ദേശീയ പതാക നിർമ്മിക്കാൻ പറ്റൂ. Who said, as president, I have no eyes but constitutional eyes, I cannot see you? ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഐ ഹാവ് നോ ഐസ്, ഞാൻ കണ്ണുകൊണ്ടൊന്നും കാണാറില്ല, ബട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസ്, ഭരണഘടനാപരമായ കണ്ണുകൊണ്ടാണ് ഞാൻ കാണുന്നത്. ഐ കനോട്ട് സീ യു, നിങ്ങളെ ഞാൻ കാണുന്നില്ല, ഞാൻ ഭാവിയെയാണ് കാണുന്നത് എന്നാണ് ആരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? 167. ആരാണ് പറഞ്ഞത്? എബ്രഹാം ലിങ്കൺ. ആരാണ് എബ്രഹാം ലിങ്കൺ? എബ്രഹാം ലിങ്കൺ ആരായിരുന്നു? ആരായിരുന്നു? കിലമോളെ, ഹൂ വാസ് എബ്രഹാം ലിങ്കൺ? മഞ്ജുഷമോളെ, മറ്റേ വിളക്കിന്റെ കീഴിലൊക്കെ ഇരുന്ന് പഠിച്ച. അതൊക്കെ എനിക്ക് മനസ്സിലായി. ആരായിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞാൽ മതി. വിളക്കിന്റെ കീഴിലൊക്കെ ഇരുന്ന് പഠിച്ചതാണ്. ആരായിരുന്നു?
അമേരിക്കയുടെ അടിമവർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ആദ്യത്തെ പ്രസിഡൻ്റാണ്. അടിമ വംശത്തിൽ നിന്ന് ഉയർന്നു വന്ന അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് എബ്രഹാം ലിങ്കൺ. അടിമ വ്യാപാരം നിർത്തലാക്കിക്കൊണ്ട് അദ്ദേഹം വിളംബരം ചെയ്തു. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ചില ചരിത്രകാരന്മാർ പറയുന്നൊരു കഥയുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഈ അടിമകളുടെയൊക്കെ ചങ്ങല അഴിച്ചു വിടുകയാണ്. കാലിലെയും കയ്യിലെയും കഴുത്തിലെയും ചങ്ങല അഴിച്ചു വിടുക. അപ്പോൾ കൊച്ചു കുട്ടികൾ, അടിമകളുടെ മക്കൾ അടിമകളാവുക. കൊച്ചു കുട്ടികൾ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുക. പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ചങ്ങല അഴിക്കുന്നതിൻ്റെ എതിർപ്പും കൂടി വരിക. ഏറ്റവും കൂടുതൽ പ്രായമുള്ള അടിമകളടുത്ത് ചങ്ങല അഴിക്കാൻ ചെന്നപ്പോൾ അടിമകൾ ചങ്ങല അഴിക്കാൻ സമ്മതിക്കത്തില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? എന്താ മക്കളെ കാര്യം? അറിയില്ല സാർ. ചങ്ങല അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിയും. എന്ത് നിയന്ത്രണങ്ങൾ ഏത് ഭരണാധികാരികൾ കുറച്ച് നാളേക്ക് നമ്മുടെ തലയിൽ വെച്ച് കെട്ടിത്തന്നാലും അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അതുപോലെയാണ് ഈ രാജ്യത്ത് പിന്നോക്കക്കാർക്ക് രാഷ്ട്രീയ പാർട്ടി അടിമച്ചങ്ങലയാണ്. എൻ്റെ അച്ഛൻ ആ പാർട്ടിക്കായിരുന്നു, എൻ്റെ അമ്മ ആ പാർട്ടിയായിരുന്നു, ഞാനും ആ പാർട്ടിയാണ്, എൻ്റെ മക്കളും ആ പാർട്ടിയാണ്. ഏത് പാർട്ടിയായാലും മനസ്സിലായോ? അടിമച്ചങ്ങല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലൊരു ചരിത്രകാരൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കിട്ടുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. ആ പുസ്തകത്തിൻ്റെ പേരാണ് അടിമച്ചങ്ങല. ഓക്കെ, യെസ്, കം ടു അവർ ക്ലാസ് 168. Which Prime Minister of India imposed president rule more number of times? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമയം പ്രസിഡന്റ് റൂള് കൊണ്ടുവന്ന ഭരണാധികാരി ആരായിരുന്നു? ഇന്ദിരാ പ്രിയദർശിനി. ഇന്ദിരാ നെഹ്റു ഗാന്ധി അല്ലേ? ഇന്ദിരാ പ്രിയദർശിനി. അപ്പോൾ ഈ ജനാധിപത്യത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുമ്പോൾ എതിർഭാഗം പറയുന്നൊരു വാദമാണ്, ജനാധിപത്യ രാജ്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് ആരാണ്? കോൺഗ്രസ്സാണ്. ഏറ്റവും കൂടുതൽ സമയം രാജ്യത്ത് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതും കോൺഗ്രസ്സാണ്. അതുകൊണ്ട് കോൺഗ്രസിന് ജനാധിപത്യത്തെക്കുറിച്ചും മൗലികാവകാശത്തെക്കുറിച്ചും സംസാരിക്കാൻ അവകാശമില്ല എന്നാണ് എതിരാളികൾ പറയുന്നത്. ഓക്കെ, എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളൊരു പാർട്ടിയുടെയും പക്ഷം പിടിച്ച് പറയേണ്ടതില്ല, ഇതൊരു ക്ലാസ് ആണല്ലോ. ഓക്കെ, എനി ഡൗട്ട്? യെസ്. അപ്പോൾ അഖില മോളെ, എനി ഡൗട്ട്? ഇല്ല സർ. യെസ്. ഓക്കെ, യു ക്യാൻ റീഡ് 162. 162. Who is the head to transact the business of the Lok Sabha? Speaker. 163. In the absence of the Speaker who performs the duties of transacting the business in Lok Sabha, Deputy Speaker. 164. Under which article of the Constitution the Council of State Rajya Sabha has the chairman and deputy chairman? Article 89. 165. How can member of parliament resign from his seat? By writing under his signature addressed to the chairman or the speaker. 166. Who fixes salaries and allowance for the chairman and deputy chairman of the Rajya Sabha and the speaker and deputy speaker of the Lok Sabha parliament by law? Which woman presented national flag in the Constituent Assembly? Srimati Hansa Mehta. In the Indian national flag, what does Ashoka's wheel represent? Wheel of the law. In the does green color represent fertility, growth and auspiciousness of land? In the national flag, what does saffron color represent? Strength and courage of the country.
In the national flag, whom does the wheel represent? Ashoka Chakra, Dhamma Chakra. In the national flag, what shall be ratio of the width to length? 2:3. In the national flag, which color is used in the wheel? Navy blue. 167. Who said as president, I have no eyes, but constitutional eyes. I cannot see you. Abraham Lincoln. 168. Which Prime Minister of India imposed president rule for more number of times? Indira Gandhi. ജിഷമോളെ Sir. വായിക്കൂ. 162 is the head to transact the business of the Lok Sabha Speaker. 163 in the absence of the Speaker, who performs the duties of transacting the business in Lok Sabha? Deputy Speaker. 164 under which article of the Constitution the Council of State Rajya Sabha has a chairman and a deputy chairman? Article 89. 165. How can member of parliament resign from his seat? By writing under his signature addressed to the chairman or the speaker. 166. Who fixes salaries and allowances for the chairman and the deputy chairman of the Rajya Sabha and the speaker and the deputy speaker of the Lok Sabha? Parliament by law. Which woman presented national flag in the Constituent Assembly? Srimati Hansa Mehta. In the Indian national flag, what does Ashoka's wheel represent? Wheel of the law. In the national flag, what does green color represent? Fertility, growth, and auspiciousness of land. In the national flag, what does saffron color represent? Strength and courage of the country. In the national flag, whom does the wheel represent? Ashoka Chakra, Dhamma Chakra. In the national flag, what does the ratio of the width to the length? 2:3. In the national flag, which color is used in the wheel? Navy blue. 167. Who said as president, I have no eyes but constitutional eyes. I cannot see you. Abraham Lincoln. 168. Which Prime Minister of India imposed president rule of more number of times? Indira Gandhi. Yes, sir. ഓക്കെ. 169 അല്ലേ? അതെ. ഹൂ നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്? അതിൻ്റെ അർത്ഥം എന്താണ്? ആരാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലേക്ക്, എന്തുവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ് മക്കളെ? ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യാം. എങ്ങനെ? അവർ ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചതും രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് മത്സരിക്കാത്തവരും രാഷ്ട്രീയ കക്ഷികൾ പിന്തുണയ്ക്കുന്നവരുമായ 12 പേരെ നോമിനേറ്റ് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായോ? Yes. The members of Rajya Sabha are elected by which members? രാജ്യസഭാ അംഗങ്ങളെ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ആര് പോകണമെന്ന് കേരളത്തിലെ 141 MLA വോട്ടിട്ട് തീരുമാനിക്കും. നമ്മൾ വോട്ടിടത്തില്ല. അതിനെ നമ്മൾ പറയുന്നത് ഇൻഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. എന്ത് റെപ്രസെൻറ്റേഷൻ? ഇൻഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ. The members of Rajya Sabha are elected by which members? Legislative Assembly. അപ്പൊ നമ്മൾ എംപിക്ക് വോട്ട് ചെയ്യല്ലേ സാർ? അത് ലോകസഭ എംപിക്കാ മോളെ. രാജ്യസഭ എംപിക്ക് നമ്മൾ വോട്ട് ചെയ്യാറില്ല കേട്ടോ. ജനസഭയിലേക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്.
വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ലോക്സഭ? ലോകസഭയ്ക്ക് ഒരാളുടെ കാലാവധി എത്രയാണ്? സോറി, ലോകസഭയുടെ മൊത്തം കാലാവധി എത്രയാണ് എന്നാ ചോദ്യം. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ലോക്സഭ? എത്ര മക്കളെ? 5 years. എത്രയാണ്? 5 years. പഞ്ചായത്തിൽ എത്രയാണ് പീരീഡ്? പഞ്ചായത്തിന്റെ പീരീഡ് എത്രയാണ്? 5 years. ബ്ലോക്കോ? എന്താ സാർ? ബ്ലോക്ക് ഓഫീസ് അത് 5 ജില്ലാ പഞ്ചായത്ത് 5. നിയമസഭ 5. ലോകസഭ 5. രാജ്യസഭ 6. അൺലിമിറ്റഡ്. ഇറ്റ് ഈസ് എ പെർമനന്റ് ഹൗസ്. ഞാൻ അത് ചോദിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചോദിച്ചത്. 6 മാസം കൂടുമ്പോ 6 വർഷം കൂടുമ്പോൾ ഒരാൾ, ആ 6 വർഷം തികഞ്ഞാൾ പിരിഞ്ഞു പോകത്തേ ഉള്ളൂ. രാജ്യസഭ പിരിഞ്ഞു പോകത്തില്ല. സോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, രാജ്യസഭ ഈസ് എ പെർമനന്റ് ഹൗസ്. ഇറ്റ് കനോട്ട് ബി ഡിസോൾഡ്. പഞ്ചായത്ത് 5 വർഷം, ബ്ലോക്ക് പഞ്ചായത്ത് 5 വർഷം, ജില്ലാ പഞ്ചായത്ത് 5 വർഷം, ലോകസഭ 5 വർഷം, നിയമസഭ 5 വർഷം, രാജ്യസഭ പെർമനന്റ് ഹൗസ്. മനസ്സിലായോ? അടുത്തത്, അണ്ടർ ഹൂസ് അഡ്വൈസ് പ്രസിഡന്റ് ഷാൽ ഹാവ് ദ പവർ ടു സമ്മണിംഗ് പ്രോഗ്രാം ആൻഡ് ഡിസ്കഷൻ. ആരുടെ ഉപദേശപ്രകാരമാണ് പ്രസിഡന്റിന് എന്തധികാരം കിട്ടുന്നത്? സമൺ ചെയ്യാനും പ്രൊറോഗേഷന് അവകാശം കിട്ടുന്നതും ഡെസല്യൂഷൻ അവകാശം കിട്ടുന്നതും ആരുടെ അവകാശപ്രകാരം, അഭ്യർത്ഥന പ്രകാരമാണ്? അണ്ടർ ഹൂസ് അഡ്വൈസ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ദ പ്രസിഡന്റ് ഷാൽ ഹാവ് ദ പവർ ഓഫ് സമണിംഗ്, പ്രസിഡന്റിന് സമൺ ചെയ്യാൻ അവകാശം കിട്ടുന്നത്, പ്രൊറോഗേഷൻ മാറ്റിവെക്കാൻ അവകാശം കിട്ടുന്നത്, ഡിസല്യൂഷൻ പിരിച്ചുവിടാൻ അവകാശം കിട്ടുന്നത്. അവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തതെന്ന് അറിയാമോ? അവിടെ ലോകസഭ എന്നൊരു വാക്കും കൂടില്ല. അതുകൊണ്ടാണ് അണ്ടർ ഹൂസ് അഡ്വൈസ് the president shall have the power to summoning the Lok Sabha, prorogation of Lok Sabha, dissolution of Lok Sabha എന്ന് പറയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ആരുടെ പവർ അധികാരം കൊണ്ടാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ശരിക്കും പറഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അതി വലിയ റോളൊന്നുമില്ല. പ്രധാനമന്ത്രി അങ്ങ് ചെന്ന് പറയും, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് എഴുതിക്കൊള്ളു കേട്ടോ. അങ്ങനെ ഏകാധിപത്യപരമായിട്ടാണ് ബഹുഭൂരിപക്ഷം പ്രധാനമന്ത്രിമാരും പ്രവർത്തിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ്. ജനാധിപത്യം എന്ന് പറയുന്ന മഹത്തരമായ സങ്കല്പം ഒറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും വോട്ട് കഴിഞ്ഞാൽ. മനസ്സിലായോ? അതിനെ ജനങ്ങളുടെ മുകളിലുള്ള അവകാശം എന്നായി മാറും ഇലക്ഷൻ കഴിയുമ്പോഴേ. അടുത്തത്, within which period the president has summoned session of parliament. ഏത് സമയത്താണ് പാർലമെന്റിന്റെ സെഷനെ സമൺ ചെയ്യുന്നത്, വീണ്ടും കൂടാൻ പറയുന്നത്? ഏത് സമയത്താണ് മക്കളെ? 6 months. Within 6 months. ഇത് നമ്മൾ മുമ്പേ പഠിച്ചായിരുന്നു, ട്വൈസ് എ ഇയർ. അത് ഞാൻ നിങ്ങളെ മുമ്പേ പറഞ്ഞതാ. ഒരു പാർലമെന്റിന്റെ സെഷൻ അവസാനിക്കുന്ന ദിവസം മുതൽ അടുത്ത പാർലമെന്റ് സെഷൻ ആരംഭിക്കുന്ന ദിവസത്തിനിടയ്ക്ക്
6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് പാടില്ല. അതുകൊണ്ട് ഒരു ദിവസം മുമ്പെങ്കിലും 6 മാസം തികയുന്നതിന് മുമ്പെങ്കിലും സഭ വിളിച്ചു കൂട്ടണം. സഭ വിളിച്ചു കൂട്ടും. ഓക്കെ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്? വിത്തിൻ വിച്ച് പീരീഡ് the president has to summon session of parliament? 6 months. Okay. During the absence of chairman, who runs the Rajya Sabha? ചെയർമാൻ ഇല്ലാത്ത സമയത്ത് ആരാണ് രാജ്യസഭ കൊണ്ടുപോകുന്നത്? ആരാണ്? Deputy chairman. ഡെപ്യൂട്ടി ചെയർമാൻ. ഡെപ്യൂട്ടി ചെയർമാനും ഇല്ലെങ്കിലോ സഭയിലെ ഭൂരിപക്ഷം നിർദ്ദേശിക്കുന്ന ഒരാൾ, സാധാരണഗതിയിൽ ഏറ്റവും പ്രായം കൂടിയയാൾ സഭ നിയന്ത്രിക്കും. പ്രായം എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ തവണ MP ആയിരിക്കുന്ന ഒരാൾ സഭ നിയന്ത്രിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. 176. ലോക്സഭ ഹാസ് ദ സുപ്രമസി ഇൻ വിച്ച് മാറ്റർ? ലോകസഭയ്ക്ക് ഏത് മാറ്ററിലാണ് പരമാധികാരം, സുപ്രമസി ഉള്ളത്, രാജ്യസഭയേക്കാൾ മേൽക്കൈ ഉള്ളത്? ഏത് മാറ്ററിലാണ്? ഫിനാൻഷ്യൽ ബില്ല്. ഫിനാൻഷ്യൽ ബിൽ. കാരണം എന്താണ്? മണി ബില്ലൊക്കെ അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ. ലോക്സഭ അവതരിപ്പിച്ച രാജ്യസഭയ്ക്ക് ഒന്നും ചെയ്യാനില്ല. എസ് എന്ന് കൈപൊക്കി കാണിക്കാൻ മാത്രമേ പറ്റൂ. ഓക്കെ. അടുത്ത്, നോർമലി വാട്ട് കൈൻഡ് ഓഫ് സെഷൻ ഡസ് ദ പാർലമെന്റ് ഹോൾഡ്? പാർലമെന്റ് ഏതെല്ലാം സെഷനാണ് നടത്തുന്നത്? എന്ത് സെഷനൊക്കെയാണ് നടത്തുന്നത്? ബഡ്ജറ്റ് സെഷൻ നടത്തും, മൺസൂൺ സെഷൻ നടത്തും, വിന്റർ സെഷൻ നടത്തും. അതാണ് നമ്മുടെ ആൻസർ. അതാണ് പഠിക്കേണ്ടത്. നോർമലി ദ പാർലമെന്റ് ഹോൾഡ് ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിന്റർ സെഷൻ, ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. ഓൾ ദ എബോവ് എന്ന് പഠിക്കരുത്. മനസ്സിലായോ? Next question. Which session of the year president addressed the both the house of the parliament? പാർലമെന്റിന്റെ ഇരുസഭകളെയും ഏത് സെഷന്റെ സമയത്താണ് പ്രസിഡന്റ് അഡ്രസ് ചെയ്യുന്നത്? ഏത് സെഷന്റെ സമയത്താണ്? ഫസ്റ്റ് സെഷൻ, ദാറ്റ് മീൻസ് ബഡ്ജറ്റ് സെഷൻ. ഏത് സെഷൻ? ഫസ്റ്റ് സെഷൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് സെഷൻ. അല്ലാതെ ഒരു സമയത്തും കൂടെ അഡ്രസ് ചെയ്യും. എപ്പോഴാണെന്നറിയാമോ? ജനറൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അധികാരമേറ്റ് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ അധികാരമേറ്റതിന് ശേഷം അവരുടെ നയപരിപാടികൾ തീരുമാനിക്കുന്ന സെഷൻ. ആ സെഷനും അഡ്രസ് ചെയ്യും? പ്രസിഡന്റ് അഡ്രസ് ചെയ്യും. വിച്ച് സെഷൻ ഓഫ് ദ ഇയർ President address both the House of Parliament? First session, that is budget session. Next question. 179. What is the meaning of adjournment motion under the parliamentary procedure? Parliamentary procedure adjournment motion എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വക്കീലായി ചെല്ലുമ്പോൾ കൈൻഡ്ലി അഡ്ജേൺ ദ മാറ്റർ മൈ ലോഡ് എന്ന് പറഞ്ഞാൽ ദിവസം നീട്ടി കിട്ടുക എന്നാണ് അർത്ഥം. പാർലമെന്റിൽ അഡ്ജേൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A member want to draw attention of the house to weigh recent matters of the urgent public importance having serious consequence. ഈ രാജ്യത്ത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് സഭയുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു മോഷനെയാണ് എന്ത് പറയുന്നത്? അഡ്ജേൺമെന്റ് മോഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറ സർ. ദ മെമ്പർ എന്ന് പറഞ്ഞാൽ MP, രാജ്യസഭയിലാണെങ്കിലും ലോക്സഭയിലാണ്. want to draw attention,
ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഓഫ് ദ ഹൗസ്, എന്തിൻ്റെ, പാർലമെൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെ അല്ലെങ്കിൽ ലോകസഭയുടെ അറ്റൻഷൻ, ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഒരു മെമ്പർ, അതായത് MP, ടു വേ റീസൺ മാറ്റർ. എങ്ങനെ? ടു വേ റീസൺ മാറ്റർ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ പാർലമെൻറ്റിലെ ഒരംഗം പാർലമെൻറ്റിൻ്റെ മൊത്തം ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി പബ്ലിക് ഇമ്പോർട്ടൻസ് ഹാവിങ് സീരിയസ് കോൺസിക്വൻസ്, വളരെയേറെ അടിയന്തര പ്രാധാന്യമുള്ള, പൊതുജനങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു വിഷയത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഒരു MP, അതായത് ഒരു അംഗം നടത്തുന്ന മൂവ്മെൻറ്റിനെയാണ് എന്തു പറയുന്നത്? അഡ്ജേൺമെൻറ്റ് മോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? കേരളത്തിൽ ഈ എതിർ കക്ഷികൾ നമ്മുടെ മുഖ്യമന്ത്രിയായ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ EK നയനാരെക്കുറിച്ച് പറയുന്ന ഒരു തമാശയുണ്ട്. എന്താണെന്നറിയാമോ? ഒരു പ്രതിപക്ഷ MP എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇവിടെ കേരളത്തിൽ വിദേശിയായി വന്ന മദാമയെ ബലാത്സംഗം ചെയ്തു. ഈ ഭരണകാലത്ത് ബലാത്സംഗം തുടർക്കഥയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി പറയുന്നതിന് വേണ്ടി അന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്ന EK നയനാർ, ബഹുമാന്യ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് പത്രത്തിൽ വന്നത് എൻ്റെ ഓർമ്മയിൽ എന്താണെന്നറിയാമോ? മദാമയ്ക്ക് അതൊക്കെ ഒരു ചായ കുടിക്കുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? നോക്കിയേ. എ മെമ്പർ വാണ്ട് ടു ഡ്രോ അറ്റൻഷൻ ഓഫ് ദ ഹൗസ് ടു വേ റീസൺ മാറ്റർ ഓഫ് അർജന്റ് പബ്ലിക് ഇമ്പോർട്ടൻസ് ഹാവിങ് സീരിയസ് കോൺസിക്വൻസ്. അതിൻ്റെ മറുപടി കേട്ടോ, അതൊക്കെ ഒരു ചായ കുടിക്കുന്നതാണ് കേട്ടോ. ഇതിനെയാണ് അഡ്ജേൺമെൻറ്റ് മോഷൻ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, എവിടെയോ പെൺവാണിഭം നടന്നു, പോലീസ് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ കേരളത്തിലെ നിയമസഭയിൽ. അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആയ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? പെണ്ണുങ്ങളോടത്തൊക്കെ പെൺവാണിഭമൊക്കെ നടക്കുമെന്ന്. മനസ്സിലായോ? അങ്ങനെ സംഭവങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തിനെ പാർലമെൻറ്റിലെ ഒരു അംഗത്തിന് അല്ലെങ്കിൽ നിയമസഭയിലെ ഒരു അംഗത്തിന് പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നിയമസഭയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അടിയന്തര പ്രാധാന്യമുള്ളതും പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ളതുമായ വിഷയത്തെ അവതരിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് അഡ്ജേൺമെൻറ്റ് മോഷൻ. എന്തോന്ന്? അഡ്ജേൺമെൻറ്റ് മോഷൻ. വളരെ ഏറെ ശ്രദ്ധിക്കണം. നമ്മുടെ ജനപ്രതിനിധികൾ ഈ വിഷയം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തിനെ അഡ്ജേൺമെൻറ്റ് മോഷനോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നിയമസഭയിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നീട്ടിപ്പിടിച്ചൊരു മെമ്മോറാണ്ടം എഴുതി MP-യുടെ വീട്ടിലോ അല്ലെങ്കിൽ MLA-യുടെ വീട്ടിലോ കൊണ്ടു കൊടുക്കണം. അത്ര അടിയന്തര പ്രാധാന്യമുള്ളതാണെന്ന് ആർക്ക് തോന്നണം? MP-ക്കോ MLA-ക്കോ തോന്നണം. എങ്കിലല്ലേ അദ്ദേഹം അവിടെ അവതരിപ്പിക്കാൻ പറ്റും. പൊടി കിട്ടിയാ? മിണ്ടുന്നില്ലേ? യെസ്. അപ്പോൾ വായിച്ചോളൂ. എനി ഡൗട്ട്? എനി ഡൗട്ട് മക്കളെ? 171 എന്താ സാർ പറഞ്ഞത്? വിച്ച് ഹൗസ്? 171 പറഞ്ഞില്ല. ആണോ? വിച്ച് ഹൗസ് ഷാൽ നോട്ട് ബി സബ്ജക്ട് ഫോർ ഡിസൊല്യൂഷൻ. കറക്റ്റ്, ശരി. അത് മിസ്സായിപ്പോയി. ഡിസോൾവ് ചെയ്യാത്ത ഹൗസ് ഏതാണ്? താഴെ പറയുന്നതിൽ ഒരിക്കലും പിരിച്ചു വിടാത്ത ഹൗസ് ഏതാണ്? ലോകസഭയാണോ? അല്ല, പെർമനന്റ് ഹൗസ് രാജ്യസഭ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണോ? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണോ? ഏതാണെന്നാ ചോദ്യം. ഏതാണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടത്തില്ല. ഇറ്റ് ഈസ് എ പെർമനന്റ് ഹൗസ്.
Each member should retire according to their terms of every 6 years. ഓരോ അംഗവും അവിടെ ജോയിൻ ചെയ്ത ഡേറ്റ് വെച്ച് നോക്കിയാൽ ഓരോ 6 മാസം കഴിയുമ്പോഴും അയാൾ പുറത്തു പോയിക്കൊണ്ടിരിക്കും, അടുത്ത ആൾ കയറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? സോ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഈസ് എ പെർമനന്റ് ഹൗസ്. എനി അതർ ഡൗട്ട്സ്? അങ്ങനെ ഇറങ്ങുന്നവർക്ക് പിന്നെ കയറാൻ പറ്റുമോ സാർ? പിന്നെ പാർട്ടി അനുവദിച്ചാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമസഭ അനുവദിച്ചാൽ കയറാം. അതാണല്ലോ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പാർട്ടി ആധിപത്യമാണെന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, എനി അതർ ഡൗട്ട്സ്? ഇല്ല സർ. യെസ്, അപ്പോൾ വായിച്ചോ. 169. Who nominates 12 members in the Council of State, President of India? 170. Member of Rajya Sabha are elected by which members? Legislative Assembly. 171. Which house shall not be a subject for dissolution? Council of State. 172. What is the period of Lok Sabha? 5 years. 173. Under whose advice the President shall have the power of summoning, prorogation and dissolution? Council of Ministers. 174. Within which period the President has a summoned session of the Parliament? 6 months. 175. During the absence of the chairman, who runs the Rajya Sabha? Deputy Chairman. 176. Lok Sabha has the supremacy in which matter? Financial bill. 177. Normally, what kind of session does the Parliament hold? Budget session, monsoon session, winter session. 178. Which session of the year President addressed both the House of Parliament? First session, budget session. 179. What is the meaning of the adjournment motion under parliamentary procedure? Member wants to draw the attention of the House to a recent matter of urgent public importance having serious consequences. Yes. 169. Who nominates 12 members in the Council of State, President of India? 170. Members of Rajya Sabha are elected by which members? Legislative Assembly. 171. Which house shall not be a subject for dissolution? Council of State, Rajya Sabha. 172. What is the period of Lok Sabha? 5 years. 173. Under whose advice the President shall have the power of summoning, prorogation and dissolution of Lok Sabha? Council of Ministers. 174. Within which period the President has to summon session of the Parliament? 6 months. 175. During the absence of the chairman, who runs the Rajya Sabha? Deputy Chairman. 176. Lok Sabha has the supremacy in which matter? Financial bill. 177. Normally, what kind of sessions does the Parliament hold? Budget session, monsoon session, winter session. 178. Which sessions of the year President addresses both the Houses of Parliament? First session, budget session. 179. What is the meaning of the adjournment motion under parliamentary procedure? Member wants to draw the attention of the House to a recent matter of urgent public importance having serious consequences. Yes, shall we start? Sir. Ready? 180. Which authority in the Parliament has the right to adjourn the House? ഹൗസിലെ ഇപ്പം നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് മാറ്റിവെക്കാൻ, അഡ്ജേൺ ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്, അതോറിറ്റി ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. 180. എന്താണ് ആൻസർ? സ്പീക്കർ ഓഫ് സഭ ഓർ ആൻഡ് ദ ചെയർമാൻ ഓഫ് രാജ്യസഭ. സ്പീക്കറിന് എന്ത് വെക്കാം? ഒരു നടപടിക്രമം മാറ്റി വെക്കാം. ഇന്നൊരു ചോദ്യം ചോദിച്ചാൽ
ശരി, ആ ചോദ്യത്തിൻ്റെ മറുപടി നാളെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഉന്നയിക്കേണ്ട ചോദ്യം നാളെ ഉന്നയിച്ചാൽ മതി. കോടതിയിൽ കേസ് അഡ്ജേൺ ചെയ്യുന്നത് ആരാ? വക്കീല് പറയും, മാറ്റിത്തരാൻ പറയും. പ്രിസൈഡിങ് ഓഫീസറാണ് അഡ്ജേൺ ചെയ്യുന്നത്. അതുപോലെ ലോകസഭയിലെ പ്രിസൈഡിങ് ഓഫീസർ സ്പീക്കറാണ്. രാജ്യസഭയിലെ പ്രിസൈഡിങ് ഓഫീസർ ആരാണ്? ചെയർമാനാണ്. അവരാണ് അത് അഡ്ജേൺ ചെയ്യുന്നത്. അഡ്ജേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങൾ മാറ്റിവെക്കുക. മനസ്സിലായോ? sir. Ready. Next. 181. In the parliament, every bill has to pass through which stages and regarding before it becomes act. In parliament, പാർലമെന്റിൽ എന്താണ്? എവരി ബിൽ, എല്ലാ ബില്ലുകളും ഹാസ് ടു പാസ്, പാസ്സാക്കേണ്ടതുണ്ട്. ത്രൂ വിച്ച് സ്റ്റേജസ് ഓഫ് റീഡിങ്, എത്ര സ്റ്റേജ് റീഡിങ്ങിലൂടെ? ബിഫോർ ഇറ്റ് ബിക്കം ആക്ട്. ആ ACT എന്ന് എഴുതിയിരിക്കുന്ന ആക്ടിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. ആ ആക്ടിന് ക്യാപിറ്റൽ എഴുതണം. ആക്ട് എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ് അർത്ഥം. സ്മോൾ a എന്നുള്ള ആക്ടിന് പ്രവൃത്തി എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഒരു ബില്ല് നിയമമാകുന്നതിന് മുൻപ് എത്ര സ്റ്റേജ് റീഡിങ്ങുകൾ കഴിയും? എത്ര സ്റ്റേജ് റീഡിങ്ങുകൾ കഴിയും? ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്. എത്ര? അപ്പോൾ എത്രയാ? ഫസ്റ്റ് റീഡിങ് എന്ന് പറഞ്ഞാൽ ബില്ല് അവതരിപ്പിക്കുന്നയാൾ വായിച്ച് ആ ബില്ലിൻ്റെ അർത്ഥം പറയും. ബില്ലിൻ്റെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയും. ബില്ലിൻ്റെ കോൺസിക്വൻസ് പറയും. അതാണ് ഫസ്റ്റ് റീഡിങ്. സെക്കൻഡ് റീഡിങ് എന്താണ്? പ്രതിപക്ഷം ആ ബില്ലിനെ എതിർക്കും. എതിർത്തുകൊണ്ട് ഭേദഗതികൾ നിർദ്ദേശിക്കും. അങ്ങനെ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷത്തിനോ മറ്റ് അംഗങ്ങൾക്കോ പറയുന്നതിന് വേണ്ടിയാണ് സെക്കൻഡ് റീഡിങ്. തേർഡ് റീഡിങ് വോട്ട്. പ്രതിപക്ഷ അംഗങ്ങൾ ബില്ലിനെതിരെയും ഭരണപക്ഷ അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടും എന്തു ചെയ്യും? സഭയിൽ പ്രസംഗം നടത്തും. എല്ലാവർക്കും പറയാൻ അവസരം കൊടുക്കും. തേർഡ് റീഡിങ്ങോടുകൂടി വോട്ടിനിടും. വോട്ടിനിടുമ്പോൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ബില്ല് പാസ്സാവും. ഭൂരിപക്ഷമില്ലെങ്കിൽ ബില്ല് ഫെയിലാവും. ബില്ല് ഫെയിലായാൽ എന്തു ചെയ്യും? പാസ്സായാലും ഫെയിലായാലും ബില്ല് അടുത്ത സഭയിലേക്ക് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തിട്ട് പാസ്സായില്ലെങ്കിൽ എന്തു ചെയ്യും? ജോയിൻ്റ് സിറ്റിംഗ് വിളിക്കും. പാസ്സാക്കാൻ പറ്റുമോ എന്ന് നോക്കും. അപ്പോഴും ബില്ല് പാസ്സായാൽ അതിനെ നേരെ പ്രസിഡന്റ് അടുത്ത് കൊണ്ട് കൊടുക്കും. പ്രസിഡന്റ് അതിൻ്റെ താഴെ ഒപ്പുവെച്ചാൽ അതെന്തായി? ആക്റ്റായി. ACT ആക്ട്. ക്യാപിറ്റൽ ACT ആക്ട് നിയമമായി. മനസ്സിലായോ? Yeah. Which two houses can have joint sitting? ഏത് രണ്ട് ഹൗസുകളാണ് ജോയിൻറ്റ് സിറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയും പാർലമെൻറ്റും ഒരിക്കലും ജോയിൻറ്റ് സിറ്റിങ്ങിൽ പങ്കെടുക്കുകയില്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. കൗൺസിൽ ഓഫ് സ്റ്റേറ്റും കൗൺസിൽ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലും തമ്മിൽ ഒരിക്കലും പങ്കെടുക്കത്തില്ല. ലോകസഭയും രാജ്യസഭയുമാണ് ജോയിൻറ്റ് സിറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. മനസ്സിലായോ? അതിൻ്റെ കാര്യം എന്താ? ലോകസഭയും രാജ്യസഭയും പാർലമെന്റിന്റെ ഭാഗമാണ്. ഓക്കെ, മനസ്സിലായോ? യെസ്. ഇന്ത്യയിൽ when does the financial year commence? എന്നാണ് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത്? ഫസ്റ്റ് ഏപ്രിൽ. യെസ്. അതിന് ഓപ്ഷൻ ഇല്ലല്ലോ മക്കളെ, അവിടെ ഉണ്ടോ?
ഉണ്ട് അപ്പുറത്തെ ആ സൈഡില് അപ്പുറത്തെ റൈറ്റ് സൈഡിലാണ് സൈഡില് 1st April. യെസ്. അടുത്തത് ഹൂ ഹാസ് ദ അതോറിറ്റി ടു കോൾ എ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ രണ്ട് സഭകളുടെയും ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരമുള്ള വ്യക്തി ആരാണ്? ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ആര് പോയി കാണും? പ്രധാനമന്ത്രി പോയി കാണും, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പോയി കാണും. സംഭവം വഷളായി കിടക്കുകയാണ്. ജോയിന്റ് സിറ്റിംഗ് അപ്പൊ ഈ വിളിച്ച് ജോയിന്റ് സിറ്റിംഗ് എല്ലാരും വേണോ സാർ? ഏ ജോയിന്റ് സിറ്റിംഗ് നടത്തുമ്പോ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഒക്കെ വേണം. പ്രസിഡന്റ് വരേണ്ട കാര്യമില്ലല്ലോ. പ്രസിഡന്റ് ഉത്തരവിട്ടാൽ മതി ജോയിന്റ് സിറ്റിംഗ് വിളിക്കണമെന്ന്. ആരോട് പറയും? സ്പീക്കറോട് പറയും. ലോക്സഭാ സ്പീക്കറോട് പറയും. മനസ്സിലായോ? യെസ്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞേ? ഹൂ ഹാസ് ദ അതോറിറ്റി ടു കോൾ എ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ ടു ഹൗസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ ഇരു സഭകളുടെയും ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ അധികാരമുള്ള ആളാരാണ്? ആരാണ്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രസിഡന്റ്. വേറെ ഒന്നിലേക്കും പോകരുത്. ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് 185. എന്താണ് 185ൽ പറഞ്ഞിട്ടുള്ളത്? ഹൂ ഹാസ് ദ പവർ ടു അക്കോർഡ് ഹിസ് അസെന്റ് ഓർ വിത്ത് ഹോൾഡ് ദ അസെന്റ് ടു എ ബിൽ പാസ്ഡ് ബൈ ദ പാർലമെന്റ്. എന്താ പറഞ്ഞേക്കുന്നത്? ഹൂ ഹാസ് ദ പവർ ടു അക്കോർഡ് ഹിസ് അസെന്റ് ഓർ വിത്ത് ഹോൾഡ് ദ അസെന്റ് ടു എ ബിൽ പാസ്ഡ് ബൈ ദ പാർലമെന്റ്. പാർലമെന്റ് പാസ്സാക്കിയ ബില്ലിന്റെ താഴെ ഒപ്പിടാൻ അധികാരമുള്ളയാളാണ്. ആരാണ്? അല്ലെങ്കിൽ അത് പിടിച്ചു വെക്കാൻ അധികാരമുള്ളയാളാണ്. ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ആരാണ് മക്കളെ? പോയാ? ഹലോ. ഇല്ല സാർ, പ്രസിഡന്റ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അങ്ങനെ ബില്ല് വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനെ എന്ത് പറയും? വീറ്റോ പവർ. പോക്കറ്റ് വീറ്റോ എന്ന് പറയും. എന്ത് വീറ്റോ? പോക്കറ്റ് വീറ്റോ. തിരിച്ചയക്കുന്നില്ല, ഒപ്പിടുന്നില്ല. ഞാനൊരു ബില്ല് അയച്ചിരുന്നു എന്ന് പ്രസിഡന്റ് വന്ന് പറയാൻ, ആ ശരി ഞാൻ പഠിക്കട്ടെ പിന്നെ പറയാം എന്ന് പറയും. മനസ്സിലായോ? ബില്ല് പഠിച്ചില്ല എന്ന് പറയും. അതിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയും. മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് നോക്കാം കോളത്തിലുള്ളത്. വിച്ച് ബിൽ പ്രസിഡന്റ് ക്യാൻ നെയ്തർ റിട്ടേൺ നോർ വിത്ത് ഹോൾഡ് ഹിസ് അസെറ്റ്. തിരിച്ചയക്കാൻ പറ്റാത്തതും ഒപ്പിടാതെ വെച്ചേക്കാൻ പറ്റാത്തതുമായ ബില്ലിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. പ്രസിഡന്റിന് തിരിച്ചയക്കാനേ പറ്റില്ല, ശരി നാളെ ആവട്ടെ എന്ന് പറയാനും പറ്റില്ല. ആ ബില്ലിൻ്റെ പേരെന്താണ്? ഏതാണ്? മണി. എന്തുകൊണ്ടാണ് മണി ബില്ല് ഒപ്പിടാതിരിക്കാൻ പറ്റില്ല, തിരിച്ചയക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്? മണി ബില്ല് ലോക്സഭയില് ആക്കിയിട്ട് രാജ്യസഭയിലോട്ട് അവർക്ക് ഒപ്പിട്ട് കൊടുക്കുക മാത്രമേ ചെയ്യാൻ പറ്റൂ. അതൊന്നും അല്ല. അഖില നമ്മൾ പറയട്ടെ. അഖില പോയാ? അറിയില്ല സാർ, സാറ് പറഞ്ഞു. അത് കൊള്ളാലോ. എന്താ കാര്യം എന്നറിയാമോ? ചേച്ചി പറയുന്നത് കേൾക്കാൻ പറ്റാത്തതാണ്. പറ്റുന്നില്ലേ? സാർ ചേച്ചിയോടൊക്കെ സംസാരിക്കുന്നത് കേൾക്കണില്ല. പക്ഷെ അത് മൈക്ക് ശരിയാക്കി വെക്കാൻ പറ. അപ്പൊ എന്താ പറഞ്ഞെന്നറിയാമോ? മണി ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്രസിഡന്റ് അടുത്ത് പോയി അസന്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് പാസ്സാക്കുന്നത്. പ്രീവിയസ് പെർമിഷനോട് കൂടിയാണ് മണി ബില്ല് എവിടെ അവതരിപ്പിക്കുന്നത്? പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ ഒപ്പിടാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
അതുകൊണ്ട് പ്രീവിയസ് പെർമിഷൻ ഈസ് ദെയർ. അതുകൊണ്ട് വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. പുടി കിട്ടിയാ? എ മണി ബിൽ ക്യാൻ ഒറിജിനേറ്റ് ഓൺലി ഇൻ ലോക്സഭ. ഒരു മണി ബില്ല് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ, ഒറിജിനേറ്റ്. അതിനുശേഷമേ രാജ്യസഭയിലേക്ക് പോകാൻ പറ്റൂ. ഒറിജിനേറ്റ് ചെയ്യുന്നത് ലോകസഭയിലാണ്, ആദ്യമായി അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്, എന്ന് പറഞ്ഞാൽ ജനസഭയിലാണ്. ലോകസഭയല്ല, ജനസഭ. ഓൺലി ഇൻ ലോക്സഭ, ജനസഭ. ഇത് ആൻറ്റി ഡിഫെക്ഷൻ ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സ്പീക്കർ. എന്തുവാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ? കൂറുമാറ്റ നിരോധന നിയമം. മിസ്റ്റർ രാജീവ് ഗാന്ധി പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പോൾ കൊണ്ടുവന്ന നിയമമാണ് കൂറുമാറ്റ നിരോധന നിയമം. ആൻറ്റി ഡിഫെക്ഷൻ ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സ്പീക്കർ. സ്പീക്കറിന് ആപ്ലിക്കബിൾ അല്ല. സ്പീക്കറിന് എങ്ങോട്ട് വേണേലും കൂറുമാറാം. എന്താണ് കൂറുമാറ്റം എന്ന് പറഞ്ഞാൽ? കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് അങ്ങ് പാർലമെൻറ്റിൽ ചെന്നിട്ട് അല്ലെങ്കിൽ നിയമസഭയിൽ ചെന്നിട്ട് താമര ചിഹ്നത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ആൻറ്റി ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിരിച്ചും താമരയിൽ മത്സരിച്ചിട്ട് കൈപ്പത്തിയെ സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ആൻറ്റി ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അരിവാൾ ചുറ്റികയിൽ മത്സരിച്ചിട്ട് അവിടെ ചെന്നിട്ട് വേറൊരു ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ആൻറ്റി ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. കൂറുമാറാൻ പാടില്ല. കൂറുമാറ്റ നിരോധന നിയമം. ഹൂ പ്രിസൈഡ്സ് ഓവർ ദ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ 2 സഭകളും വിളിച്ചു വരുത്തിയാൽ അതിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഹൂ പ്രിസൈഡ്സ് ഓവർ ദ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ്. ആരാണ് മക്കളെ? ദ സ്പീക്കർ ഓഫ് ലോക്സഭ. ദ സ്പീക്കർ ഓഫ് ലോക്സഭ. അങ്ങനെ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചാൽ ആരാണ് അധ്യക്ഷനാകുന്നത്? സ്പീക്കർ ഓഫ് ലോക്സഭയായിരിക്കും അധ്യക്ഷനാകുന്നത്. പുടി കിട്ടിയാ? മനസ്സിലായോ? യെസ്. The parliament has power to amend all parts of the constitution except the basic structure of the constitution. അമൻഡിങ് പവർ ഏത് ആർട്ടിക്കിളിലാണ് മക്കളെ പറയുന്നേ? ഏത് ആർട്ടിക്കിളാണ് പാർലമെൻറ്റിന് ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ അവകാശം കൊടുക്കുന്ന, അധികാരം കൊടുക്കുന്ന ബിൽ ആർട്ടിക്കിൾ ഏതാ? എൻ്റെ ദൈവമേ, ഏതാ അഞ്ജുഷ മോളെ? 368. ഇത് പറയാൻ ഇത്ര പാടെന്താ? ഞാൻ മ്യൂട്ട് ആക്കി വെച്ചിട്ട് പറഞ്ഞേ, ഓണാക്കിയില്ല. അപ്പൊ എല്ലാം ഇനി മ്യൂട്ട് ആക്കി വെച്ചിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാമല്ലോ നല്ലപോലെ. അല്ല സാർ, ഓർത്തില്ല. ശരി. എന്തിയേ അഖിലമോള് എന്താന്നും പറയാത്തെ? പറയുന്നൊന്നും കേക്കണില്ല. ശരി, ആയിക്കോട്ടെ. അതിനെ മൈമിങ് എന്ന് പറയും. The parliament has power to amend all parts of the constitution except the basic structure. ബേസിക് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല, അല്ലാതെ എന്ത് വേണേലും ചേഞ്ച് ചെയ്യാം. സോവറിൻ ഈസ് ദ ബേസിക് സ്ട്രക്ചർ. സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, അല്ലേ? സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇറ്റ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ഇറ്റ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ, അല്ലേ? ഇതിനകത്തൊന്നും തൊടാൻ പറ്റില്ല, വേറെയൊക്കെ അമെൻഡ് ചെയ്യാം. ഫണ്ടമെന്റൽ റൈറ്റ് തൊടാൻ പറ്റില്ല. ഓക്കെ, അതിനെയാണ് ബേസിക് സ്ട്രക്ചർ തിയറി എന്ന് പറയുന്നത്. എന്ത് സ്ട്രക്ചർ തിയറി? ബേസിക് സ്ട്രക്ചർ തിയറി. യെസ്. അടുത്തത്, the language to use in the Supreme Court and in the High Court for acts, bill, etc. legislature shall be in English. എന്ത് പറഞ്ഞു? ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉപയോഗിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ലെജിസ്ലേച്ചർ ഏത് ഭാഷയിൽ ഉണ്ടാക്കണം? ഇൻ ഇംഗ്ലീഷ്. ഇന്ത്യയിൽ 22 ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിൽ സായിപ്പിൻ്റെ ഭാഷയാണ് നമുക്ക് നല്ലത്.
എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? So English is the master key to open the knowledge of the world. English language എന്ന് പറഞ്ഞാൽ എന്താണ്? It is the master key to open the knowledge of the world. ലോകത്തിൻ്റെ അറിവുകളെ തുറക്കുന്നതിന് വേണ്ടിയുള്ള സ്വർണ്ണ താക്കോലാണ് ഇംഗ്ലീഷ് ഭാഷ. ഓക്കെ, ഇംഗ്ലീഷ് ഈസ് ദ ഗോൾഡൻ കീ എന്ന് പറയുന്നവരുണ്ട്. The president has the power to appoint and remove dash. പ്രസിഡന്റിന് താഴെ പറയുന്നവരെ അപ്പോയിൻമെന്റ് ചെയ്യാനും റിമൂവ് ചെയ്യുന്നതിനും അധികാരമുണ്ട്. ഏതാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ പേരെന്താ? അറ്റോർണി ജനറലിന്റെ പേരെന്താ? ഫസ്റ്റ് ലോ ഓഫീസർ ഇൻ ഇന്ത്യ. മിടുക്കി. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. കണ്ണ കണ്ണാന്നൊക്കെ വിളിക്കുന്നു. അതിവിടെ കൊച്ചു അമ്മേ കട്ടിലെ കയറിയിട്ട് ഇങ്ങനെ വീഴാൻ തുടങ്ങിയപ്പോ വിളിച്ച. The chairman or a member of the Union Public Service Commission. ചെയർമാനെയും മെമ്പർമാരെയും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ UPSC അംഗങ്ങളെ അപ്പോയിൻമെന്റ് ചെയ്യാനും എടുത്തു മാറ്റാനും ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമുണ്ട്. Election petitions are heard by High Courts and Supreme Court. ഇലക്ഷൻ പെറ്റീഷൻ കേൾക്കുന്നതിന് വേണ്ടി 2 കോടതിക്ക് അധികാരമുള്ളൂ. ഒന്നുകിൽ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി. മനസ്സിലായോ? മനസ്സിലായോ? The president has the power to appoint and remove dash. ആരെയൊക്കെ? ദി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറലിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും പ്രസിഡൻ്റാണ്. ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. സംസ്ഥാനത്തെ ഗവർണറെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും അപ്പോയിൻമെന്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അടുത്തത് എലക്ഷൻ പെറ്റീഷൻസ്. ഇലക്ഷനെ കുറിച്ച് തർക്കമുണ്ടെങ്കിൽ അത് കേൾക്കാൻ 2 കോടതിക്ക് അധികാരമുള്ളൂ. ഒന്ന് ഹൈക്കോടതി, അതിൻ്റെ അപ്പീൽ സുപ്രീം കോടതി. മനസ്സിലായോ? സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്സ് ഇവർക്ക് മാത്രമേ എലക്ഷൻ പെറ്റീഷൻ കേൾക്കാൻ അധികാരം ഉള്ളൂ. മനസ്സിലായോ? യെസ്. അപ്പോ വായിക്കൂ. നമ്മുടെ അഖിലമോള് വായിക്കട്ടെ, കേൾക്കട്ടെ. 180. This authority in the parliament has the right to adjourn the house, speaker of Lok Sabha and chairman of Rajya Sabha. 181. In the parliament, every bill has to pass through which stages of reading before it becomes act. First reading. 182. Which 2 houses can have a joint sitting, Lok Sabha and Rajya Sabha. 183. In India, when does the financial year commence? 1st April. 184. Who has the authority to call a joint sitting of the 2 houses of parliament? President of India. 185. Who has the power to accord his assent or withhold his assent to bill passed by the parliament? President of India. Which president can neither return or withhold his assent? Money bill. A money bill can originate only in the Lok Sabha. The anti-defection law is not applicable to Speaker, who presides over the joint sitting of the Parliament. Speaker. The Parliament has power to amend all parts of the Constitution except the basic structure. Language to be used in the Supreme Court and in the High Court and for acts, bills, etc. in the legislature shall be in English.
The President has the power to appoint and remove the Attorney General of India, the Governor of State, Chairman or a member of the Union Public Service Commission. Election petitions are heard by High Court and Supreme Court. ആ അഞ്ച് മോള് വായിച്ചേ കേൾക്കട്ടെ. 180. Which authority in the Parliament has the right to adjourn the House, Speaker of Lok Sabha and Chairman of Rajya Sabha? 181. In the Parliament, every bill has to pass through which stages of reading before it becomes act? First reading, second reading, third reading. 182. Which two houses can have a joint sitting, Lok Sabha and Rajya Sabha? 183. In India, when does the financial year commence? 1st April. 184. Houses of Parliament, President. 185. Who has the power to accord his assent or withhold his assent to a bill passed by the Parliament? President. Which bill President can neither return nor withhold his assent? Money bill. A money bill can originate only in the Lok Sabha. The anti-defection law is not applicable to Speaker. Who presides over the joint sitting of the Parliament? Speaker. The Parliament has power to amend all parts of the Constitution except the basic structure. Language to be used in the Supreme Court and in the High Court and for acts, bill, etc. in the legislature shall be in English. The President has the power to appoint and remove Attorney General of India, the Governor of a state, Chairman or a member of the Union Public Service Commission. Election petitions are heard by High Courts and the Supreme Court.